എന്നാലും എൻ്റെ രുക്കു ചേച്ചിക്കുള്ള ധൈര്യം പോലും അമ്മാവനില്ലാണ്ടായി പോയല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ചാരു. എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ട് താലി കെട്ടത്തില്ലായിരുന്നോ? ആര്? നമ്മുടെ ഈ അമ്മാവനോ? എന്റെ പൊന്നു രുക്ക് കാണുന്ന പോലെ അമ്മാവൻ അത്ര മാസം അടിപൊളി ഒന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുക്കും. എന്ത് നോക്കണത്? ദേ നമ്മുടെ കൂട്ടത്തിൽ ആരുടെയും കയ്യിൽ സേഫ്റ്റി ഇപ്പം കൊണ്ടൊരു ശകലം ചോര കണ്ട് അപ്പ തലകറങ്ങി വീഴുന്ന മനുഷ്യനാണ് ഈ മൊട്ട അമ്മാവൻ. അതെ, നിങ്ങളാരും എന്നെ അങ്ങനെ കളിയാക്കിയതും വേണ്ട. എല്ലാം പിന്നെ സമാധാനപരമായിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്ഷമിച്ച് പോണത് കേട്ടാ. ആര്? അമ്മാവനോ? ഒന്ന് പോ അമ്മാവ, ചുമ്മാ വീമ്പത്തം പറയാതെ. അമ്മാവന് നമുക്ക് അറിഞ്ഞൂടെ? എടി മതിയടി ട്രോൾ ചെയ്ത് വന്നില്ലേ നമ്മുടെ അമ്മാണ്. എടി ഞാൻ ഈ പറയുന്നത് കേട്ടെങ്കിൽ അമ്മാവന് കുറച്ച് ആവേശം വരട്ടെ എന്നാ ഞാൻ വിചാരിക്കണേ. ഈ പുലി പതുങ്ങണതേ പായാനാണ്, അല്ലാതെ പേടിച്ചിട്ടല്ല കേട്ടാ. എന്നൊരു കാര്യം ചെയ്തോ, പെട്ടെന്നങ്ങ് പാഞ്ഞോ, അല്ലെങ്കിൽ ആ പോലീസുകാരൻ ചേച്ചിനെ കൊത്തിക്കൊണ്ടങ്ങ് പോകും. പിന്നെ വാഴയുടെ മുട്ടി പോയിട്ടേ വാഴനെ കെട്ടി കരഞ്ഞിട്ട് കഥയൊന്നുമില്ല. ഒരുത്തനും കൊണ്ടുപോകൂല കേട്ടാ. റുക്കു ചേച്ചി പോലീസുകാർ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അയ്യോ, ഇവിടെ കളിയാക്കലൊക്കെ ഇവിടെ കഴിഞ്ഞോളൂ. പോലീസുകാർ വന്നോണ്ടിരിക്കുന്നത്. എന്റെ പൊന്നമ്മ, റുക്കു ചേച്ചി കാണാൻ അങ്ങനെ ഇങ്ങോട്ട് കയറി വന്നോണ്ടിരിക്കുന്നു. സത്യം വന്നോണ്ടിരിക്കുന്നു. എന്റെ ദൈവമേ, ആ വിനുവേട്ടം വല്ലതും വന്ന കൊലപാതകം നടക്കും. എന്റെ ദൈവമെങ്കിൽ രാവിലെ കണ്ട സ്വപ്നം പലിക്കൂല. ദൈവമേ, ഇടീ വായി നോക്കിക്കൊണ്ടിരിക്കുന്ന വാടി ഇങ്ങോട്ട്. എടി നീ അമ്മാവന്റെ പ്രാങ്ക് ചെയ്തതല്ലേ? അയ്യോ, പ്രാങ്ക് ചെയ്യാൻ പറ്റിയ സമയം. എന്റെ പൊന്നു, ഞാൻ ഇങ്ങോട്ട് വന്നോണ്ടിരുന്നപ്പോ അങ്ങനെ വണ്ടി തടഞ്ഞിട്ട് ചോദിച്ചു റുക്കു എവിടെയാണ്. ഞാൻ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലാക്കിയെന്നാ പറഞ്ഞത്. ഇടി എന്നിട്ട് എവിടെ എത്തി പുള്ളി? അല്ലെ നമ്മുടെ അമ്മാവനെയും റുക്കുവിനെ വെച്ച് കാണുന്ന സ്ഥലമല്ലേ മീറ്റ് ചെയ്യുന്ന, ആ സ്ഥലത്ത് വെച്ചാ. ചാരുമോളെ, നമ്മളെ അവന്തിയുടെ റൂമിലുണ്ട്. വാങ്ങോട്ട് എടി വന്നും തോന്നുന്നു. എന്ത് പറയൂടെ? അളിയ നീ ഇപ്പോ ആര് സാർ? കുഞ്ചാനല്ല പറഞ്ഞ അവ എവിടെയെന്ന്. അമ്മാവനാണോ? നിന്റെ അമ്മാവൻ. അമ്മാവൻ ഇവിടെ ഇല്ല. നമ്മുടെ അമ്മാവൻ ഇവിടെ ഇല്ല. അമ്മാവൻ ഇവിടെ ഇല്ലേ? അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ. അവൻ്റെ രുക്കുവിനെയും കൊണ്ട് നാട് വിട്ടുകയാണ്. നിങ്ങൾ നോയിക്കോ, അവൻ്റെ പേരിൽ ഞാൻ കിഡ്നാപ്പിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു. വിത്തിൻ അവേഴ്സ് അവനെ ഞാൻ പൊക്കിയിരിക്കും. ഉണ്ടല്ലേ? അമ്മാവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. അമ്മാവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. അറിയാമോ? എവിടെ? മുകളിലത്തെ റൂമിലുണ്ട്. എവിടെ? മുകളിലത്തെ റൂമിലുണ്ട്. ഓഹോ, അപ്പൊ അവ എന്നെ കണ്ടിട്ട് പേടിച്ചൊളിച്ചു കാണാം അവിടെ മേളിൽ. വാടാ ഡേ, വെകിളി പിടിച്ചോന്നെ. ഇല്ലെങ്കിൽ അമ്മാവന്റെ പേര് കേസ് കൊടുക്കത്തില്ലേ? എന്റെ പൊന്നാളി, ഇപ്പൊ അങ്ങേരം കൂടെ ചെല്ലുമ്പോഴേ അമ്മാവനെയും റുക്കുവിനെയും കൂടെ കാണുമല്ലോ ഒരുമിച്ച്. എടി അതിനൊരു വഴിയുണ്ട്. രാവിലെ എന്റെ ഡോർ ഉണ്ടല്ലോ റൂമിന്റെ, അത് ജാം ആയിരുന്നു. അത് ഇനി അടച്ചാലോ ജാം ആവും. ഒരു കാര്യം ചെയ്യാം, ഞാൻ നൈസായിട്ട് പുള്ളിനെ അതിനകത്തിട്ട് കൂട്ടാം. നിങ്ങൾ ആ സമയത്ത് റുക്കുവിനെ ഒന്ന് സേഫ് ആക്കി പുറത്തേക്ക് ഇറക്കും. അവ എവിടെയാണ് ഒളിച്ചിരിക്കണേ? ഞാൻ വന്ന് കാണിച്ചു തരാം. നീ പോ.